കൃത്യനിഷ്ഠ ഒരു സുഹൃതമത്രേ, മാന്യതയുടെയും ഒരു പര്യായമത്രേ അത്. നാം ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ബന്ധപ്പെട്ട് മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂവല്ലോ. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും മറ്റും നോക്കിയാൽ അവർ പലപ്പോഴും വളരെ താമസിച്ച് പ്രോഗ്രാമിലെത്തുന്നതാണ് നാം കാണാറുള്ളത്. അവരുടെ ചിന്ത അവരെക്കാൾ ബിസിയായിട്ടുള്ളവരാരും ഈ സമൂഹത്തിലില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ അത്ര പെരുമാറുന്നത്. അവർക്കതിന് കുറ്റബോധവും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ലൂയി 18 രാജാവിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹം ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏത് കാര്യത്തിനും ഒരു 15 മിനിറ്റ് മുമ്പ് സന്നിഹിതനാകുമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെയാണ് ജോർജ് വാഷിങ്ടനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അദ്ദേഹം കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന ഒരു വ്യക്തി, സത്യസന്ധത പുലർത്തുവാൻ ആഗ്രഹിച്ച വ്യക്തിയും അത്രേ. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പലപ്പോഴും സമയം പാലിക്കാതെ ലേറ്റായി തൻ്റെ സമീപെ പല കാര്യങ്ങൾക്ക് വന്നു ചേരുന്ന ആളാണ്. അപ്പോഴെല്ലാം അദ്ദേഹം പറയാറുണ്ട്, എൻ്റെ വാച്ച് അത്ര കൃത്യനിഷ്ഠ കാണിക്കുന്നില്ല എന്ന് പുലഭ്യവും പറയാറുണ്ട്. അതിന് ജോർജ് വാഷിങ്ടൺ ഇങ്ങനെ മറുപടി കൊടുത്തു പോലും, ഒന്നുകിൽ താങ്കളൊരു കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു നല്ല വാച്ച് വാങ്ങുക, അല്ലെങ്കിൽ എനിക്കുള്ള ഒരേ ഒരു പോംവഴി എൻ്റെ സെക്രട്ടറിയെ മാറ്റുക എന്നുള്ളത് അത്രേ. ജീവിതത്തിൽ ഇത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് നാം കരുതണം. നാം നമ്മെ തന്നെ ബഹുമാനിക്കുന്നതിൻ്റെയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൻ്റെയും ഒരു ബഹിർസ്ഫുരണമായിട്ട് നാം ഇതിനെ കാണണം. നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അസ്തിത്വം നാം നിലനിർത്തുന്നത് നമ്മിൽ വിളയാടുന്ന ചില പ്രത്യേക നന്മകളും സുഹൃതങ്ങളും ആയിരിക്കണം. സത്യസന്ധത, സുതാര്യത, ഇവ നമ്മെ എല്ലായ്പ്പോഴും നേരായിട്ടുള്ള വഴികളിൽ നയിക്കുവാൻ കാരണമാകാം. എൻ്റെ ശുശ്രൂഷ കാലങ്ങളിൽ 60 വർഷക്കാലത്തോളം പ്രവർത്തിക്കുവാൻ ലഭിച്ച അവസരങ്ങൾ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെനിക്കിന്ന് അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തോടുള്ള നമ്മുടെ ഒരു ബഹുമാനം വളരെ പ്രധാനം. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നാം പഠിക്കേണ്ടത് ആവശ്യമല്ലേ?